കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല അടയ്ക്കാൻ കൂടിയാണ്. എനിക്ക് മനസ്സിലായില്ല. രുചിക്കുന്നതേ മനസ്സിലാവൂ. നിനക്ക് യുദ്ധം ചെയ്യണം ഊറിയ. എന്റെ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ഇതെല്ലാം നിന്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, ദാവീദ് രാജാവിന് വേണ്ടിയുമല്ല. ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം, ഇതുവരെ ചെയ്തതെല്ലാം യഹോവയുടെ മഹത്വത്തിനു വേണ്ടിയാണ്. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. നിനക്ക് യുദ്ധമാണ് വേണ്ടിയത്, ഇസ്രായേലിന് അതിന്റെ ആവശ്യമില്ല. വിജയം മാത്രം. യുദ്ധം ചെയ്യാതെ വിജയം എങ്ങനെ കിട്ടുമെന്നാണ് അവന്റെ സംശയമെന്ന് തോന്നുന്നു. വിജയം എങ്ങനെ കിട്ടുമെന്നല്ല, വിജയം എന്തിനു കിട്ടുമെന്നുള്ളതാണ്. വീരന്മാരുടെ എല്ലാം കഥ ഇതാണ്. അവൻ യോനാഥാന്റെ പാരമ്പര്യക്കാരനാണ്. സ്വപ്നം കാണുന്നത് ശിംശോനി. ഒരിക്കൽ ഒരിക്കൽ അത് ശരിയാണ് ഓറിയ. ഒരിക്കൽ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. നീ പ്രായത്തിന്റെ കാര്യം മറന്നു പോകുന്നു. ഞാൻ ഇന്ന് ചെറുപ്പമല്ല, എങ്കിലും ജീവിച്ചത് ശൗലിന്റെയും യോനാഥാന്റെയും കൂടിയായിരുന്നു. പക്ഷേ അക്കാലത്തും ഞാൻ ഇഷ്ടപ്പെട്ട ജീവിതം അതായിരുന്നില്ല. എനിക്ക് അത്ഭുതമായിരിക്കുന്നു. അതെ ഊറിയ, ഒരോടക്കുഴലും അപ്പന്റെ കുറെ ആടുകളും. ആ പുൽമേടുകൾ സ്വർഗം തന്നെയായിരുന്നു. അന്ന് ഞാൻ പാടിപ്പോയി, യഹോവയാണെന്നിടയൻ, എനിക്കൊന്നിനും മുട്ടില്ല. പച്ചയായ പുൽത്തടങ്ങളിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക്. ആ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്ത് തന്നെ കൊടുക്കില്ല. ആ പുല്ലാങ്കുഴലിന് വേണ്ടി എന്റെ ഈ ചെങ്കോൽ. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അത്ഭുതമില്ല. ഊറിയ ഒന്ന് മനസ്സിലാക്കണം, യുദ്ധം ഒരു രസമല്ല, ഒരാവശ്യം മാത്രമാണ്. നമുക്കും അവർക്കും കൂടി ഒരുമിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ ഇടമില്ല. അതുകൊണ്ട് ഒരു കൂട്ടർ തോറ്റേ മതിയാവൂ. എങ്ങനെ ഏറ്റവും എളുപ്പം അവരെ അമർത്താമെന്ന് മാത്രമേ നാം ചിന്തിക്കേണ്ടതുള്ളൂ. തുറന്ന യുദ്ധമാണെങ്കിൽ അങ്ങനെ, നിരോധനമെങ്കിൽ അത് ധർമ്മയുദ്ധമല്ല. അല്ല, ആര് പറഞ്ഞുവാണെന്ന്? യാതൊരു യുദ്ധവും ധർമ്മയുദ്ധമല്ല. മിസ്രൈമിൽ നിന്ന് തിരിച്ചത് മുതൽ നാം നിരന്തരമായി യുദ്ധം ചെയ്യുകയാണ്. ഇതെല്ലാം ധർമ്മയുദ്ധമായിരുന്നെങ്കിൽ നാം ഇന്ന് എവിടെ എത്തിച്ചേരുമായിരുന്നു? അനേക തലമുറകളായി അവർ അനുഭവിച്ചു വരുന്ന നാട് നാം ബലമായി പിടിച്ചെടുക്കുന്നതിൽ എവിടെയാണ് ധർമ്മം കുത്തിച്ചേൽത്തുക? ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുന്നതാണ് സൈന്യത്തിന് ഉത്സാഹം. ഉന്നതമായ ലക്ഷ്യം, നിന്റെ ഒരു വീരാത്മകത്വം. മരിച്ച വീരന്മാരുടെ ഭാര്യമാരോട് ചോദിക്ക്, വീരസ്വർഗം മറ്റു മരണങ്ങളെക്കാൾ എത്ര കേമമാണെന്ന്.
എന്റെ ഭാര്യ അത്തരം വീരത്വത്തിന് അതിന് നീ ഇതുവരെ മരിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ യുദ്ധത്തിൽ മരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യങ്ങളുടെ നിലപാട് എങ്ങനെയെന്ന് നോക്കണ്ടേ? ആ, യോബാവ് പറയൂ. ആരാമ്യർ അടുത്ത ഈ യുദ്ധത്തിന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. അവർക്ക് വേണ്ടത് കിട്ടി. അവർ നമ്മുടെ ദൂതന്മാരുടെ മുടി വടിച്ചു കളഞ്ഞു. നാം അതിന് അവരുടെ തലയിൽ കൊടുത്തു. കാര്യം സമമായി, സമയലാഭം വേറെയും. അപ്പോൾ ആ വശത്തുനിന്ന് അപകടങ്ങളില്ല. നിങ്ങൾ ആയുധം എടുത്തില്ലെങ്കിൽ അതിലും ഇസ്രായേൽ തോൽക്കാറില്ല. യബൂസരെയും കാര്യമാക്കാനില്ല. പൊതുശത്രുവിനെതിരെ പോരാടുക എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. അവർ കാണിക്കുന്നതൊന്നും യുദ്ധതന്ത്രങ്ങളല്ല, വെറും മുട്ടാപ്പോക്ക്. അന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ വയ്യ യോബാവ്, തല പടയും വെക്കാതെ ഭരിക്കാൻ മാത്രം നാം യുദ്ധം ചെയ്തു. ഇനി സമരമഹിമയൊക്കെ നിങ്ങൾക്ക്. യഹോവയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഇതൊരു സമരമല്ലല്ലോ. ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്നത് സമരമല്ലെന്നാണോ? ഞങ്ങൾ പരിചയിച്ച വിദ്യയല്ലെന്ന് മാത്രം. സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. വരൂ വരൂ. ഇതാണ് രബ്ബ. ഇവിടെ നിങ്ങൾ നദി കടക്കുന്നു. ഇതാണ് യോർദാൻ നദി. ഇവിടെ നിന്ന് നിങ്ങൾ നേരെ കിഴക്കോട്ട് പോകുന്നു. അവിടെ എങ്ങും യാതൊരു ആക്രമണവും ഉണ്ടാകുകയില്ല. ആരാമ്യരുടെ നില നാം കണ്ടതാണല്ലോ. ഇവിടെ രബ്ബ. ഇത് രബ്ബയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ള മൈതാനം. അങ്ങ് ഈ വഴികളൊന്നും മറന്നിട്ടില്ലല്ലോ. എങ്ങനെ മടക്കം ഇസഹാക്ക്? അന്ന് തലയ്ക്ക് ഭാരമില്ലായിരുന്നു. കിരീടം പിന്നീടല്ലേ കിട്ടിയുള്ളൂ. പോരെങ്കിൽ ശമൂവേലിന്റെ എണ്ണയാണ് തലയിൽ. ശരി ഊറിയ, മൈതാനത്തിലെത്തിയാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടെന്നല്ലേ? കയറി ആക്രമിക്കേണ്ട എന്ന് മാത്രം. യുദ്ധം വേണ്ടെന്നല്ല. ഇതാ, ഈ വശത്ത് ഒരു പാറക്കെട്ടുണ്ട്. അതുവഴി ഏലിയാം ഒരു ചെറു സൈന്യവുമായി പട്ടണത്തിന്റെ കിഴക്ക് വശത്തെത്തി താവളം അടിക്കണം. പക്ഷേ അപകടം കിടക്കുന്നത് ഇതാ ഇവിടെ വടക്ക് വശത്താണ്. അവിടെയാണ് അവരുടെ കിണറുകൾ. അത് അവർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയില്ല. ഊറിയ ആ കിണറുകൾ പിടിക്കണം. പട്ടണത്തിലേക്ക് ആരെയും കടക്കാനും പട്ടണത്തിൽ നിന്ന് പുറത്തു പോകാനും ആരെയും സമ്മതിക്കരുത്. 30 ദിവസത്തിനകം രബ്ബ കീഴടങ്ങും. ഒറ്റുകാരെ അയച്ചോ യോബാബ്? അവർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. വെള്ളത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ യോബാബ്. എനിക്ക് ഇത്തരം യുദ്ധമാണ് ഇഷ്ടം. ഈ വെട്ടും തടയുമെല്ലാം ഞാൻ വെറുത്തു. അങ്ങേക്ക് ഇവിടെ തന്നെയുണ്ടല്ലോ പിടിപ്പതി യുദ്ധം. ഇസ്ഹാക്കിന്റെ നാക്കിന്റെ മൂർച്ച വാളിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൽ അവന്റെ ഇളക്കം ഇതുവരെ തീർന്നിട്ടില്ല. ചെറുപ്പക്കാരാ, നിനക്കിത് മനസ്സിലാകില്ലേ? അനാവശ്യമായി ഒരൊറ്റ ആളിനെ പോലും ചെലവാക്കാൻ ഇസ്രായേലിന് ഇന്ന് കഴിവില്ല. യുദ്ധം
ജീവിതവൃതമോ മറ്റോ ആണോ? നിനക്ക് കൊല്ലാൻ മാത്രമല്ല സാധ്യത ഊറിയ, കൊല്ലപ്പെടാൻ കൂടി സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കൂ. യുദ്ധം എന്ന് പറഞ്ഞാൽ വല്ലവന്റെ തല വെട്ടുക എന്ന് മാത്രമാണ് ചിലർക്ക് ഓർമ്മ. സ്വന്തം തലയ്ക്കും സ്ഥാനഭ്രംശം സംഭവിച്ചുകൂടാ എന്നില്ല. നിനക്ക് മുമ്പും ഇസ്രായേലിൽ വീരന്മാരുണ്ടായിട്ടുണ്ട്. ശിംശോൻ എവിടെയാണ് അവസാനിച്ചത്? യോനാഥാൻ ഇന്നെവിടെ? ശൗലിന്റെ കുന്നത്തണ്ട് നിനക്കെടുത്ത് പൊക്കുവാൻ ആകുമായിരുന്നില്ല ഊറിയ. ഞാൻ ഇത്രയെല്ലാം പറഞ്ഞതുകൊണ്ട് അമ്മോന്യരോട് കരുണ കാണിക്കണമെന്ന അർത്ഥമില്ല. അവരത്ര പന്തിയായ ആൾക്കാരല്ല. ഊറിയ, നീ നിരാശപ്പെടാനില്ല. യുദ്ധങ്ങൾ ഇനിയും കിടക്കുന്നതേയുള്ളൂ. എപ്പോഴാണ് പുറപ്പെടുക യോവാബ്? നാളെ അതിരാവിലെ എന്നാണ് വിചാരിക്കുന്നത്. ശരി, അത് മതിയാവും. രാവിലെ തിരിച്ചാൽ സന്ധ്യയോടെ യോർദാനിലെത്താം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അമാസയ്ക്ക് പുറമേ ഇസഹാക്കുമുണ്ടല്ലോ. ശരി, യഹോവ അനുഗ്രഹിക്കട്ടെ.